ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, ഏതായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, ഏതാനും ആഴ്ചകളായി കേരളത്തിൽ സജീവമായി നിൽക്കുന്ന വിഷയം ഇന്നൊരുപക്ഷെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലടക്കം ചൂണ്ടിക്കാട്ടിയതാണ് ജമാഅത്തെ ഇസ്ലാമി ലീഗ് UDF ബന്ധമെന്ന് പറയുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ മുസ്ലിം സമുദായം ഇടതുപക്ഷത്തോട് അടുത്ത നാളുകൾ കഴിഞ്ഞ ഏതാനും തിരഞ്ഞെടുപ്പുകളായി മുസ്ലിം സമുദായം ഇടതുപക്ഷത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. ഇതിൽ വിരളി പൂണ്ട ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ചും CPM-നെതിരെ പടച്ചുവിടുകയും ചെയ്തത്. അങ്ങനെ ഹാലിളകിയിട്ട് കാര്യമില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുകയും ചെയ്തത്. ഏതായാലും കണ്ണൂരിലും അവിടെ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. കണ്ണൂരിലെ നഗരസഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യും. എന്താണ് കണ്ണൂരിൽ സജീവമായിരുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ? എങ്ങനെയാണ് അവിടുത്തെ കൊട്ടിക്കലാശം പുരോഗമിക്കുന്നത്? സിജു, കണ്ണൂരും ആവേശകരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ ആവേശകരമായിട്ടുള്ള കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ തവണ കൈവിട്ട കോർപ്പറേഷൻ ഇത്തവണ തിരിച്ചുപിടിക്കും എന്നുള്ള ഉറപ്പ് വലിയ പ്രതീക്ഷയിലാണ് LDF ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം മുന്നോട്ട് പോയത്. സ്ഥാനാർത്ഥികൾക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ മുൻതൂക്കം ഉണ്ടാക്കാൻ കണ്ണൂർ കോർപ്പറേഷനിൽ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വോട്ട് പ്രചരണത്തിൻ്റെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളും ആവേശകരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കണ്ണൂരിലെ LDF പ്രവർത്തകർ എല്ലാം തന്നെ ഉള്ളത്. കണ്ണൂരിലെ LDF നേതാക്കന്മാരെല്ലാം തന്നെ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിലെ തെക്കി ബസാറിൽ നിന്നും LDFന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് സമീപത്ത് നിന്നുമാണ് കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായിട്ടുള്ള റാലി ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണുള്ള പ്രകാശൻ മാസ്റ്റർ ഉണ്ട്. ഇത്തവണ തിരിച്ചുപിടിക്കുമോ മാഷേ കോർപ്പറേഷൻ? ഇത്തവണത്തെ കോർപ്പറേഷന്റെ ഒരു പൊതു അന്തരീക്ഷം നോക്കിയാൽ കേവലം ഈ കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുക മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുള്ള വിജയമാണ് ഈ 13-ാം തീയതി വോട്ടെണ്ണുന്ന സമയത്ത് കാണാൻ പോകുന്നത്. കാരണം UDFന്റെ ഭരണത്തിൽ മടുത്ത ഇവിടുത്തെ ജനങ്ങൾ എന്തു വന്നാലും LDFനെ ജയിപ്പിക്കണമെന്നുള്ള ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നുവെന്നാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വളരെ ഊർജ്ജസ്വലനായി ഇന്നലത്തെ തിരഞ്ഞെടുപ്പ് റാലിയിൽ ഉൾപ്പെടെ ഉടനീളം നഗരത്തിലൂടെ നടക്കുന്നത് കണ്ടിരുന്നു. അവസാനത്തെ മണിക്കൂറുകളും ആവേശവും ഊർജ്ജവും ഒന്നും ചോർന്നു പോയിട്ടില്ല അല്ലേ? ഈ ചോർന്നിട്ടാന്ന് മാത്രമല്ല, ഓരോ നിമിഷത്തിനും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവരുടെ കൂടെ നിന്ന് നഗരത്തിലെ പ്രകടനത്തിൽ ഞാൻ പങ്കെടുക്കും. ഞാനൊരു കാര്യം ഇന്നലെ ചോദിക്കണം എന്ന് വിചാരിച്ചു. ഇന്നലെ കിലോമീറ്ററുകൾ നടക്കുന്നത് കണ്ടു. എന്നിട്ടും അവിടെ എത്തുന്നത് വരെയും ഒട്ടും ആവേശം കുറയുന്നില്ല. എങ്ങനെയാണ് ഈ പ്രായത്തിലും ഇങ്ങനെ ഇത്രയും ദൂരം നടക്കാൻ പറ്റുന്നത്? അല്ല പ്രായമായി ആര് പറഞ്ഞു? നിങ്ങളൊരു ആരോടും ഉന്നയിക്കല്ലേ മാധ്യമ സുഹൃത്തുക്കള്. അപ്പൊ ഇവരെക്കാളും എല്ലാം ചെറുപ്പാണ് ഇവിടെ. മനസ്സിനോ ശരീരത്തിനോ ഒരു പ്രായം കടന്നു വന്നു എനിക്ക് ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല. അപ്പൊ അതാണ് ഇന്നലെ പ്രചരണത്തിന്റെ ആവേശം. ഈ കൊട്ടിക്കലാശത്തെത്തുമ്പോൾ ഇത്തവണ എന്തായിരിക്കും കോർപ്പറേഷനിലെ ഒരു തിരഞ്ഞെടുപ്പ്? കോർപ്പറേഷനിലെ ആർക്കാ സംശയം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലേക്ക് ഭരണം തിരിച്ചെത്തും. അത്രയേറെ ജനങ്ങൾ അക്ഷമരായി നിൽക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് വൈകുന്നെന്താന്ന് കഴിക്കുന്നത് ഞങ്ങളോട്. ഞാൻ പറഞ്ഞ ഡീറ്റ് നിശ്ചയിച്ചല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതിന് മുമ്പേ നടത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തെ വിജയിപ്പിക്കാൻ കാത്തിരിക്കുന്ന ജനങ്ങളുടെ ആവേശഭരിതമായ മുന്നേറ്റമാണ് ഈ കണ്ണൂർ കോർപ്പറേഷനിൽ കാണുന്നത്. ഏതായാലും രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രതിനിധാനം ചെയ്യുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഇത്. ഒരുപാട് പദ്ധതികൾ അദ്ദേഹം കൊണ്ടുവന്നെങ്കിലും UDF ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ അതിനൊന്നും പ്രോത്സാഹനം നൽകാത്തത് കൊണ്ട് പലതും നടപ്പാകാതെ വരികയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ LDF തിരിച്ചുപിടിച്ച് ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം അതെന്നെ പറയാം. 138 കോടി രൂപയാണ് ഈ കാറ്റക്സ് ഫ്ലൈ ഓവർ, മനസ്സിലായില്ലേ? 38 കോടി രൂപ നമ്മുടെ മേരെ ചൊവ്വ ചെറിയ സമയം 738 കോടി രൂപ സിറ്റിയിലെ 11 റോഡ് അന്തർദേശ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ്. ഈ പദ്ധതിക്കെല്ലാം എതിരായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് 22, ഇപ്പോൾ ഇത് 19 കുറഞ്ഞിട്ടുണ്ട്. ആ ഹൈക്കോടതി കേസ് നടത്തണ്ടേ നമ്മൾ? ആ ഹൈക്കോടതി കേസ് നടത്ത കാശ് കൊണ്ട് 10 റോഡ് ഉണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങളിത് റോഡ് വേണം, പാലം വേണം, ഫ്ലൈ ഓവർ വേണമെന്ന് പറയും. അത് നമ്മൾ തീരുമാനിക്കും. പക്ഷേ ബഹുമാനപ്പെട്ട ചില ആളുകൾ ഇടപെട്ട് പ്രാദേശിക സേവന സാധ്യത ഏറ്റവും വിഘാതം നിൽക്കുന്നതെല്ലാം പ്രാദേശിക സ്ഥാപനങ്ങളിലാണ്. തീർച്ചയായും. അപ്പം അതുകൊണ്ട് ഇവരെല്ലാം സഹായിച്ചിരുന്നെങ്കിൽ ഫ്ലൈ ഓവർ വന്നേനെ, ഇതും വന്നു, പിന്നെ സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റും എല്ലാം നടപ്പിലായിരിക്കുന്നു. 730 രൂപ അവിടെ ഉണ്ട്, 130 രൂപ അതുണ്ട്, 38 അവിടെ ഉണ്ട്.
ബഹുമാനോട് മുഖ്യമന്ത്രി ഇങ്ങനെ ഞാൻ തെരഞ്ഞെടുപ്പ് ചെന്നല്ലോ പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുപോയിട്ടില്ല. ഏതായാലും LDFന്റെ ജില്ലാ കൺവീനർ കൂടി ഇവിടെ ഉണ്ട്. ഇത്തവണ എന്താണ് കോർപ്പറേഷനിലെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷിക്കുന്നത്? കോർപ്പറേഷന്റെ ഫലം ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ചരിത്രം സൃഷ്ടിക്കും കണ്ണൂർ കോർപ്പറേഷൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി കോർപ്പറേഷനിൽ അധികാരത്തിൽ വരാൻ വേണ്ടി പോവാണ്. എന്തായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച? അഴിമതിയും അഴിമതിയും വികസന മുരടിപ്പും തന്നെ. വികസന മുരടിപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ സ്വന്തമായി നടത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. സർക്കാർ കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണ് നേരിട്ട് കോർപ്പറേഷൻ ചെയ്തത്. അതാണ് ഇവിടുത്തെ സവിശേഷത. വേറെ ഒരു സ്ഥാപനത്തിലും അങ്ങനെ ഉണ്ടാവില്ല. അത് ജനങ്ങൾ തിരിച്ചറിയുന്നു. ഏതായാലും സ്ഥാനാർത്ഥികൾ കൂടിയുണ്ട്. നമുക്ക് സ്ഥാനാർത്ഥികളോടും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ എങ്ങനെയാണ് ഈ അവസാനത്തെ ശുഭപ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ വിജയം ആഘോഷിക്കുക. അവസാന മണിക്കൂറിൽ നമ്മൾ ഈ കോർപ്പറേഷൻ പിടിച്ചെടുക്കും തന്നെയാണ് ഈ പ്രാവശ്യം. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ്. വലിയ പ്രതീക്ഷയിലാണ്. തീർച്ചയായും എല്ലാവരും വലിയ പ്രതീക്ഷയിൽ തന്നെ. എന്താണ് പ്രതീക്ഷ? ഒക്കെ വലിയ പ്രതീക്ഷ തന്നെയാണ്. ഈ പ്രാവശ്യം കോർപ്പറേഷനും എല്ലാം LDF പിടിച്ചെടുക്കും. ഏതായാലും LDFന്റെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിന് തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ നിന്നും റാലി അല്പസമയത്തിനകം തന്നെ ഈ തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായ റാലി ആരംഭിക്കും.